അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതായത് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റ് അത് ലിക്വിഡ് ഫേസിൽ നിന്ന് സോളിഡ് ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഉള്ള മൈക്രോ സ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രം എടുക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ച കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രം. ഈ കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രത്തിനകത്ത് നമ്മൾ പർട്ടിക്കുലർ പോയിന്റ് എടുക്കുന്നു. ആ പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് 36% നിക്കൽ ഉള്ള ഒരു ഏരിയ ആണ് ആൻഡ് ദ മെറ്റീരിയൽ ഈസ് കൂൾഡ് ഫ്രം 1300 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 36% നിക്കൽ എന്ന് പറയുമ്പോൾ നോർമലി നമുക്കറിയാം അതിനകത്ത് 64% കോപ്പർ ഉണ്ടാകും. നമുക്ക് ഇതിനകത്ത് നോക്കാം, നമ്മുടെ ഫിഗർ നോക്കാം. സോ ഇവിടെ ഇത് അറൗണ്ട് ഈ പോയിൻ്റാണ്, ഈ ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കുന്ന പോയിൻ്റാണ്. സോ ഇത് 36%. നമ്മൾ ഇവിടെ എക്സ് ആക്സിസിൽ പെർസെൻറ്റേജ് കോമ്പോണൻറ്റ് ഓഫ് ബി ആണ്, കോപ്പർ നിക്കലാണ്. സോ നിക്കലിൻ്റെ പെർസെൻറ്റേജ് 36% ആണ് ഉണ്ടതെന്ന് പറഞ്ഞു. സോ 36% നിക്കലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ലിക്വിഡ് ഫേസിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് സോളിഡ് ഫേസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ് ഫേസ് ഇവിടെ വരുന്നത്, ലിക്വിഡ് ഫേസ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് നമുക്ക് അതിനകത്ത് ഒരു 5 പോയിൻ്റ് എടുക്കുകയാണ്. പോയിൻ്റ് എ, അതായത് നമ്മൾ ലിക്വിഡ് ഫേസിൽ നിൽക്കുന്ന ഒരു പോയിൻ്റ്. പോയിൻ്റ് ബി എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡസ് ലൈനിൽ കോണ്ടാക്റ്റിൽ വരുന്ന പോയിൻ്റ്, അതായത് സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് നമ്മുടെ പോയിൻ്റ് ബി എന്ന് പറഞ്ഞെടുക്കുന്നത്. അടുത്തത് പോയിൻ്റ് സി എടുക്കുന്നു. പോയിൻ്റ് സി എന്ന് പറയുന്നത് ഏതായിരിക്കും, അതായത് ലിക്വിഡസ് ലൈനും സോളിഡസ് ലൈനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ സി എന്ന് പറഞ്ഞെടുക്കുന്നു. അടുത്തത് പോയിൻ്റ് ഡി എന്ന് പറഞ്ഞെടുക്കുന്നു. പോയിൻ്റ് ഡി എന്ന് പറയുന്നത് സോൾഡസ് ലൈൻ, അതായത് കംപ്ലീറ്റ്ലി സോൾഡായി കഴിയുമ്പോഴത്തെ ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ് പോയിൻ്റ് ഡി എന്ന് പറഞ്ഞെടുക്കുന്നത്. ആൻഡ് ഫൈനലി പോയിൻ്റ് ഇ ഇൻ ദ സോളിഡ് റീജിയൻ അല്ലെങ്കിൽ ആൽഫ റീജിയനിൽ നമ്മളൊരു പോയിൻ്റ് ഇ എന്ന് പറഞ്ഞ പോയിൻറ്റും എടുക്കുന്നു. സോ ഇതിനകത്ത് ഇനിയും എങ്ങനെയാണ് നമ്മളിതിൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞു, അതായത് 1300 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറാണ് 1300 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു അതിന് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. 36% നിക്കലുമാണ് ഉണ്ടായിരുന്നത്. സോ ഇവിടെ നിന്നാണ് നമ്മളിതിനെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് വരാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇൻ കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രം 36% നിക്കൽ ആൻഡ് 64% കോപ്പർ കൂൾഡ് ഫ്രം 1300 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ 5 പോയിന്റ്സ് എടുത്തു, എ ബി സി ഡി ആൻഡ് ഇ. സോ ഫസ്റ്റ് പോയിന്റ് എ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിക്വിഡ് ഫേസ്. നമുക്ക് നമ്മളൊരു സർക്കുലറിനകത്ത് കാണിച്ചേക്കുന്ന ഈ ഒരു ഏരിയ, ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ലിക്വിഡാണ്, അതിനകത്ത് സ്ട്രക്ചറൽ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. സോ ഒരു ബ്ലാങ്ക് സർക്കിളായിട്ട് അതിനെ പ്ലോട്ട് ചെയ്താൽ മതി, അകത്ത് എല്ലെന്ന് മാർക്ക് ചെയ്യാം. ഇനി പോയിന്റ് ബിയിൽ എന്താ സംഭവിക്കുന്നത്? പോയിന്റ് ബിയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മൈക്രോ സ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്, അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ ന്യൂക്ലിയേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ന്യൂക്ലിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇവിടെ ചെറിയ ചെറിയ സർക്കിൾസ് ആയിട്ട് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്ത് ചെറിയ ചെറിയ സർക്കിൾസ് ആയിട്ട് നമുക്കിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. സോ പോയിന്റ് ബിയിൽ എന്താണ്, പോയിന്റ് ബി മീറ്റ്സ് ദ ലിക്വിഡസ് കർവ്സ് അറ്റ് 1265 ഡിഗ്രീസ്. ഇവിടെ നിങ്ങോട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1265 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോളിഡിഫിക്കേഷൻ ബിഗിൻസ് ആൻഡ് ദ ഫസ്റ്റ് ക്രിസ്റ്റൽ ഓഫ് ആൽഫ സോളിഡ് സൊല്യൂഷൻ ബിഗിൻസ് ടു ഫോം. അതായത് ആൽഫ സോളിഡ് സൊല്യൂഷൻ ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ഫേസ് കോമ്പോണൻസ് എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ എത്ര ഫേസ് എമൗണ്ട്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആൽഫ 47% നിക്കലും ലിക്വിഡ് 36% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അവൈലബിൾ ആകും. സോ അത് നമുക്ക് അവിടെ വരെ പോകണ്ട, നമുക്ക് പ്രധാനമായിട്ട് ഇപ്പം അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് പോയിന്റ് സി എടുക്കാം. പോയിന്റ് സിയിൽ എന്താ സംഭവിക്കുന്നത്, ഈ ന്യൂക്ലിയസ് തമ്മിൽ ആൽഫ കമ്പോണൻസ് തമ്മിൽ കൂടുതൽ ആൽഫ കമ്പോണൻസ് ജോയിൻ, നമ്മൾ നേരത്തെ ക്രിസ്റ്റലൈസേഷൻ പഠിച്ചിരുന്നു, കൂടുതൽ ആൽഫ കമ്പോണൻസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അതാണ് ഇവിടെ പോയിന്റ് സി. അവിടെ ആൽഫയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതായത് ആൽഫ 43% നിക്കലും ലിക്വിഡിൽ 32 ആയിട്ടും നമുക്ക് ചേഞ്ച് ചെയ്ത് കിട്ടുന്നു. പോയിന്റ് ഡിയിൽ നോക്കുവാണെങ്കിൽ എന്താണ്, ഇതാണ് പോയിന്റ് ഡിയുടെ വാല്യൂ വരുന്നത്, ഫിഗർ വരുന്നത്. അവിടെ കംപ്ലീറ്റ് സോളിഡിഫിക്കേഷൻ എൻഡ് ചെയ്തു, അതായത് കംപ്ലീറ്റ്ലി ആൽഫ ഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനെയാണ് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് പോയിന്റ് ഇ കംപ്ലീറ്റ് സോളിഡിഫിക്കേഷൻ നടന്നപ്പം നമുക്കവിടെ ഗ്രെയിൻ ബൗണ്ടറീസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തുള്ള ഒരു ഫിഗറാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇത് ഗ്രെയിൻ ബൗണ്ടറീസ് ആണ്, ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ സ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അത് കംപ്ലീറ്റ് ആൽഫ ഫേസിലേക്ക് പോയിന്റ് ഇ നമുക്ക് ഡെവലപ്മെൻറ്റ് സംഭവിച്ചു. സോ അതായത് നമുക്ക് നോക്കാം, അതായത് ലിക്വിഡ് ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്.
പോയിന്റ് എ എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസിലാണ്. അപ്പോൾ ഇവിടുന്ന് ടെമ്പറേച്ചർ, അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ക്രിസ്റ്റൽ ചേഞ്ചസ് ഒന്നുമില്ല, സ്ട്രക്ചറൽ ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടുന്ന് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് വന്ന് പോയിന്റ് ബി, അതായത് ലിക്വിഡസ് ലൈനിലേക്ക് കോണ്ടാക്ട് വന്നു. അപ്പം ന്യൂക്ലിയേഷൻ സ്റ്റാർട്ട് ചെയ്തു, ചെറിയ സോളിഡ് പോയിന്റ്സ് ഫോം ചെയ്തു. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് പോയിന്റ് സിയിൽ എത്തിയപ്പം കൂടുതൽ ന്യൂക്ലിയസ് തമ്മിൽ ജോയിൻ ചെയ്ത് കൂടുതൽ ചെറിയ ആൽഫ പാർട്ടിക്കിൾസ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ ലഭിച്ചത്? പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റ് സോൾഡസ് ലൈനിൽ കോണ്ടാക്ട് ചെയ്തു. അത് കംപ്ലീറ്റ്ലി ആൽഫ പോയിൻ്റായിട്ട് നമുക്ക് കൺവേർഷൻ നടന്നു കഴിഞ്ഞു. നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് കംപ്ലീറ്റ് സൊല്യൂഷൻ, അതായത് പോയിന്റ് ഇയിലേക്ക് വരികയാണ്. അത് കംപ്ലീറ്റ് ആൽഫ ഫേസിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്രെയിൻ സ്ട്രക്ചർ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. ഗ്രെയിൻ ബൗണ്ടറീസ് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമുക്കൊരു മൈക്രോ സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ഓഫ് കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടേമാണ് കോറിംഗ്. എന്താണ് കോറിംഗ് എന്ന് നമുക്ക് നോക്കാം. As an alloy of isomorphous type solidifies, the center of the grain will be rich in a component having higher melting point. The concentration of the element having low melting point increases with position from center to the grain boundary. This is coring. അതായത് നമുക്കൊരു രണ്ട് കമ്പോണൻസ് ഉള്ള ഒരു അലോയ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് കമ്പോണൻസ്, സപ്പോസ് കോപ്പർ ആൻഡ് നിക്കൽ എടുത്തു, അല്ലെങ്കിൽ എ ആൻഡ് ബി എന്ന് പറഞ്ഞ രണ്ട് കമ്പോണൻസ് എടുത്തു. ഈ രണ്ട് കമ്പോണൻസിനും ഒരിക്കലും സെയിം മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കത്തില്ല, രണ്ടിനും രണ്ട് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പം ഈ കോറിംഗ് എന്ന് പറയുന്നത് ഏത് കമ്പോണൻറ്റിനാണോ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ആ കമ്പോണൻ്റ് ആയിരിക്കും ആദ്യം സോൾഡിഫൈ ചെയ്യുന്നത്. അതായത് നമ്മൾ തിരിച്ച് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് താഴേക്ക് വരിക, ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് വരിക. അപ്പം ഏതിനാണോ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് അതായിരിക്കും ആദ്യം സോൾഡിഫൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ന്യൂക്ലിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിലായിരിക്കും. ആ കമ്പോണൻ്റ് ആയിരിക്കും ആ സോളിഡ് അല്ലെങ്കിൽ ഒരു ഗ്രെയിനിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. നമുക്ക് ഫുൾ കമ്പോണൻ്റ് അല്ല, ആ ഒരു ഗ്രെയിനിൻ്റെ സെൻറ്ററായിട്ട് വരും. ആ കമ്പോണൻറ്റിന് ചുറ്റിലുമായിരിക്കും ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള കമ്പോണൻ്റ് ആഡായിട്ട് വരുന്നത്. അതിനെയാണ് നമ്മൾ കോറിംഗ് എന്ന് പറയുന്നത്. ഇനി എഴുതിയിരിക്കുന്നത് ഒന്നും കൂടെ വായിക്കാം. As an alloy of isomorphous type solidifies, the center of the grain will be rich in the component having higher melting point. ഏത് കമ്പോണൻ്റാണോ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ആ കമ്പോണൻ്റ് ആയിരിക്കും the center of the grain. The concentration of the element having low melting point increases with the position from center to the grain boundary. ലോ മെൽറ്റിംഗ് പോയിന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്ന്, അതായത് കമ്പോണന്റിന്റെ സെൻട്രലിൽ നിന്ന്, സെൻട്രൽ ഓൾറെഡി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള കമ്പോണന്റ് ആണ്, അവിടുന്ന് ഗ്രെയിൻ ബൗണ്ടറി വരെ ഇതിന്റെ കോൺസെൻട്രേഷൻ, ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയലിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടുവരും. അതായത് വെളിയിലേക്ക് വരുമ്പം കൂടുതലും ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതായിരിക്കും, സെൻട്രലിൽ കൂടുതലായിട്ടും ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള കമ്പോണന്റ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് കോറിംഗ് എന്ന് പറയുന്നത്. The phenomenon by which concentration gradient are established across the grains is known as segregation. ഈ രീതിയിൽ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, അങ്ങനെ ഒരു ഗ്രെയിൻസിനകത്ത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം ഐസോമോർഫസ് സിസ്റ്റമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഐസോമോർഫസ് സിസ്റ്റം എന്ന് പറയുന്നത് കമ്പോണൻസ് ആർ കംപ്ലീറ്റ്ലി സോലിബിൾ ഇൻ ബോത്ത് ലിക്വിഡ് ആൻഡ് സോളിഡ് സൊല്യൂഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂട്ടക്റ്റിക് സിസ്റ്റമാണ്. അതും യൂട്ടക്റ്റിക് സിസ്റ്റത്തിന് ഒരു ബേസ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ദേ ആർ കംപ്ലീറ്റ്ലി സോലിബിൾ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് പിന്നെ സോളിഡ് സിസ്റ്റത്തിലാണെങ്കിൽ അത് രണ്ട് കാറ്റഗറി നമ്മൾ പറഞ്ഞായിരുന്നു. ദേ ആർ കംപ്ലീറ്റ്ലി ഇൻസോലിബിൾ ഇൻ സോളിഡ് സ്റ്റേറ്റും അതായത് പാർഷ്യലി ഇൻസോലിബിൾ ഇൻ സോളിഡ് സൊല്യൂഷനും. ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ചിലത് കംപ്ലീറ്റ്ലി ഇൻസോലിബിൾ, സോലിബിൾ ആകത്തേയില്ല, ചിലതിന് പാർഷ്യലായിട്ട് സോലിബിൾ ആവും. അപ്പോൾ ഈ യൂട്ടക്റ്റിക് സിസ്റ്റത്തിനകത്ത് നമുക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ട്, എ ആൻഡ് ബി. ഈ രണ്ട് കമ്പോണൻസിൽ നമ്മൾ വേരിയസ് കോമ്പോസിഷൻസ് എടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. So in a eutectic system, there is always an alloy of specific composition which solidifies at a fixed lower temperature than the alloys of all other composition. നമുക്ക് ഡിഫറെൻറ്റ് കോമ്പോസിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡിഫറെൻറ്റ് കോമ്പോസിഷൻസിനകത്ത് ഒരു പർട്ടിക്കുലർ കോമ്പോസിഷൻ ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷൻ ബാക്കി എല്ലാ കോമ്പോസിഷൻസിനേക്കാളിലും
ലോവർ ടെമ്പറേച്ചറിലായിരിക്കും സോളിഡിഫൈ ചെയ്യുന്നത്. ഏറ്റവും ലോവർ ടെമ്പറേച്ചറിൽ സോളിഡിഫൈ ചെയ്യുന്ന ഒരു കോമ്പസിഷൻ ഉണ്ട്. ആ ഒരു കോമ്പസിഷനാണ് നമ്മൾ യൂടെക്റ്റിക് കോമ്പസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതാണോ ആ ലോവർ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിനെ നമ്മൾ യൂടെക്റ്റിക് ടെമ്പറേച്ചർ എന്നും പറയും. ഇനി ഞാനൊരു ഫിഗർ കാണിക്കും, അന്നേരം നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, യൂടെക്റ്റിക് കോമ്പസിഷൻ ആൻഡ് യൂടെക്റ്റിക് ടെമ്പറേച്ചർ. എന്താണ് യൂടെക്റ്റിക് കോമ്പസിഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസിന് വേരിയസ് കോമ്പസിഷൻസ് ഉണ്ട്. സോ ഒരു പർട്ടിക്കുലർ കോമ്പസിഷനിൽ ഈ രണ്ട് കമ്പോണൻസ് ബാക്കി സാമ്പിൾസിനെക്കാളും, അതായത് ബാക്കി കോമ്പസിഷൻസിനെക്കാളും ലോവർ ടെമ്പറേച്ചറിൽ സോളിഡിഫൈ ചെയ്യും. ഏറ്റവും ലോവർ ടെമ്പറേച്ചറിൽ സോളിഡിഫൈ ചെയ്യുന്ന ഈ ഒരു കോമ്പസിഷനെയാണ് നമ്മൾ യൂടെക്റ്റിക് കോമ്പസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ നമ്മൾ യൂടെക്റ്റിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. The point on the phase diagram determined by eutectic composition and eutectic temperature is known as eutectic point. ഈ eutectic composition ഉം eutectic temperature ഉം വരുന്ന ആ ഒരു particular പോയിന്റിനെ നമ്മൾ eutectic point എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. Next we are going to study alloy system with limited solubility at solid state. Solid സ്റ്റേറ്റിലെ ലിമിറ്റഡ് സോളിബിലിറ്റി ഉള്ള അലോയ് സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അലോയ് ആണ് കോപ്പർ സിൽവർ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് കാരണം ചോദിക്കാറുള്ളത് കോപ്പർ സിൽവർ ഫേസ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യാൻ. സോ ലിമിറ്റഡ് സോളിബിലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് സോളിബിലിറ്റി ആണ്, ലിമിറ്റഡ് സോളിബിലിറ്റി. സോ അങ്ങനെ ഒരു കേസിൽ നമുക്ക് രണ്ട് സോളിഡ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ രണ്ട് സോളിഡ്സ് ഫോം ചെയ്യും. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു സിംഗിൾ സോളിഡ് ആയിരുന്നു ഫോം ചെയ്യും, ലിക്വിഡ് കൺവേർട്ടഡ് ടു ആൽഫ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സോളിഡ് ഫോം ചെയ്യും നിയർ ബോത്ത് എൻഡ്സ് ഓഫ് ഫേസ് ഡയഗ്രാം. ഇതാണ് നമ്മുടെ ഫേസ് ഡയഗ്രാം, കോപ്പർ സിൽവർ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് എൻഡിലും, ഇവിടെയും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആൽഫ എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു റീജിയനും, ഫേസ് ഡയഗ്രത്തിൻ്റെ രണ്ട് എൻഡിൽ ബീറ്റ എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു റീജിയനും, ഈ രണ്ട് റീജിയൻസിലും നമുക്ക് എന്ത് ഫോം ചെയ്തു? നമുക്ക് സോളിഡ് ഫോം ചെയ്തു. സോ സോളിഡ് സൊല്യൂഷൻസ് ആർ ഫോംഡ് നിയർ ബോത്ത് എൻഡ്സ് ഓഫ് ദ ഫേസ് ഡയഗ്രാം. ഈ സോളിഡ് സൊല്യൂഷൻസിനെ നമ്മൾ പറയുന്നതാണ് ടെർമിനൽ സോളിഡ് സൊല്യൂഷൻസ്. ഓക്കെ, രണ്ട് എൻഡിൽ ഫോം ചെയ്യുന്ന സോളിഡ് സൊല്യൂഷൻസിനെ നമ്മൾ പറയുന്നതാണ് ടെർമിനൽ സോളിഡ് സൊല്യൂഷൻ. ആൻഡ് ദ കർവ്സ് ഷോയിങ് ദ സോളിബിലിറ്റി ലിമിറ്റ് ആർ നോൺ ആസ് സോൾവസ് ലൈൻസ്. ഈ സോളിബിലിറ്റി ലിമിറ്റ് കാണിക്കുന്ന ലൈൻസ്, അതായത് ഈ ഒരു കർവ്, ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു ലൈൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾവസ് ലൈൻസ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ രണ്ട് ടേം പഠിച്ചു. ഇതൊക്കെയായിരുന്നു ടെർമിനൽ സോളിഡ് സൊല്യൂഷൻ, അതായത് എൻഡിൽ ഫോം ചെയ്യുന്ന രണ്ട് സോളിഡ് സൊല്യൂഷൻസ്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ടെർമിനൽ സോളിഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നു. അതുപോലെ ഇതിൻ്റെ സോളിബിലിറ്റി ലിമിറ്റിനെ കാണിക്കുന്ന കേർവ്സിനെ നമ്മൾ സോൾവസ് ലൈൻസ് എന്നും പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പം പ്രധാനമായിട്ട് പഠിച്ചത്. ഇനി നമുക്ക് കോപ്പർ സിൽവർ ഫേസ് ഡയഗ്രത്തിലേക്ക് നോക്കാം. സോ ഇതിനകത്ത് നമുക്ക് ലിക്വിഡ് റീജിയനിൽ നിന്ന് ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡൗൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പാർഷ്യലി സോലിബിൾ ആണ് ഇൻ സോളിഡ് സൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് രണ്ട് സോളിഡ് സൊല്യൂഷൻസ് ഫോം ചെയ്തു. എന്തൊക്കെയാണ്? ആൽഫ ആൻഡ് ബീറ്റ. സോ നമുക്ക് സിംഗിൾ ഫേസ് കോമ്പോണൻസ്, അതായത് ഒരു സിംഗിൾ ഫേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മൂന്ന് കമ്പോണൻസ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയാണ്? ലിക്വിഡ്, അത് ടോട്ടലി ലിക്വിഡിലാണ് നിൽക്കുന്നത്. ആൽഫ, അവിടെ കംപ്ലീറ്റ് ആൽഫയാണ്. ആൻഡ് ബീറ്റ, കംപ്ലീറ്റ് ബീറ്റ. സോ ദർ ആർ 3 സിംഗിൾ ഫേസ് റീജിയൻസ്, ആൽഫ, ബീറ്റ ആൻഡ് ലിക്വിഡ് റീജിയൻ. ഇനി നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് നമുക്ക് ഈ കോപ്പർ സിൽവർ ഫേസ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ എടുക്കുന്നത് ഒരു 1200 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഈ കോപ്പർ സിൽവറിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നത്. സോ ഇവിടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് പല കോമ്പോസിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ കോപ്പർ സിൽവറാണ്. അപ്പോൾ ഇവിടെ എന്താ വരയ്ക്കുന്നത്? എക്സ് ആക്സിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഇസ് എ പെർസെൻറ്റേജ്
കോമ്പസിഷൻ ഓഫ് സിൽവർ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ്. അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുമ്പം 100% സിൽവർ ആയിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ സൈഡിൽ വരുമ്പോൾ 100% കോപ്പർ ആയിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് 40 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 40% സിൽവർ ആൻഡ് 60% കോപ്പർ ആയിരിക്കും. അതാണ് അതിൻ്റെ കോമ്പസിഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു, യൂടെക്റ്റിക് പോയിന്റ് എന്ന് പറഞ്ഞു. അതായത് പല കോമ്പസിഷൻസ് ഉണ്ട്. അതിലൊരു പർട്ടിക്കുലർ കോമ്പസിഷൻ ബാക്കി കോമ്പസിഷൻസിനെക്കാളും ലോവർ ടെമ്പറേച്ചറിലാണ് സോളിഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെയാണ് ലിക്വിഡസ് ലൈൻ വരുന്നത്. ഇവിടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വരിക. പല കോമ്പസിഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കോമ്പസിഷൻ, അതായത് 71.9 എന്ന് പറയുന്ന ഒരു കോമ്പസിഷൻ, 71.9 സിൽവർ, അത്രയും വൈറ്റ് പെർസെൻറ്റേജ് ഉള്ള ഒരു കോമ്പസിഷൻ, ആ പോയിന്റിലാണ് ഏറ്റവും ലോവർ സോളിഡിഫിക്കേഷൻ പോയിന്റ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ പിന്നെയും റൈസ് ചെയ്ത് പോവുകയാണ്. സോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂടെക്റ്റിക് പോയിന്റ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ കോമ്പസിഷൻ, അതായത് 71.9% സിൽവർ, ബാക്കിയുള്ളത് എന്താണ്, ബാക്കിയുള്ളത് 38.1% എന്താ ഉള്ളത്, നമുക്ക് കോപ്പറാണ് ഉള്ളത്. സോ അതാണ് യൂടെക്റ്റിക് കോമ്പസിഷൻ എന്ന് പറഞ്ഞത്. ഈ പർട്ടിക്കുലർ പോയിന്റിലെ ടെമ്പറേച്ചർ അറിയണമെന്ന് എന്താണ്, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു വര വരയ്ക്കാം. സോ ദാറ്റ് ഈസ് 779 ഡിഗ്രി സെൽഷ്യസ്. അതാണ് യൂടെക്റ്റിക് ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. സോ നമ്മളിപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കണ്ടു ഇതുവരെ. എന്തൊക്കെയാണ്? നമുക്ക് 3 റീജിയൻസ് ആണുള്ളത്, ലിക്വിഡ്, ആൽഫ, ബീറ്റ, 3 സിംഗിൾ ഫേസ് കോമ്പോണൻറ്റ്സ്. പിന്നെന്താ കണ്ടത് യൂടെക്റ്റിക് പോയിന്റ് എന്താണെന്ന് കണ്ടു. ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പം ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ വരുന്ന പോയിന്റ്, അതാണ് യൂടെക്റ്റിക് പോയിന്റ്. പിന്നെ കണ്ടു യൂടെക്റ്റിക് കോമ്പസിഷൻ കണ്ടു, ഈ പർട്ടിക്കുലർ പോയിന്റിലെ കോമ്പസിഷൻ എത്രയാണെന്ന് കണ്ടു. യൂടെക്റ്റിക് ടെമ്പറേച്ചർ കണ്ടു, ഈ പർട്ടിക്കുലർ പോയിന്റിലെ ടെമ്പറേച്ചർ കണ്ടു. ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇത്രയും കണ്ടൻസ് കിട്ടി. ഇനി നമുക്ക് നോക്കാം, ഇവിടുന്ന് ലിക്വിഡായിരുന്നു, ഓക്കെ, ഇത് ലിക്വിഡായിരുന്നു, ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് വന്നു, നമുക്കിവിടെ ആൽഫ കിട്ടി. സോ ഈ 2 ലൈൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. സോ ഇതാണ് നമുക്കൊരു ലൈൻ വരുന്നത്, ഇത് മറ്റൊരു ലൈൻ വരുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള റീജിയനെ നമുക്ക് എന്താ പറയാം, ഇത് ലിക്വിഡാണ്, ഇത് ആൽഫയാണ്. സോ ഇറ്റ് ഈസ് നോർമലി ലിക്വിഡ് പ്ലസ് ആൽഫ. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, നമ്മൾ ഇങ്ങനൊരു ലൈൻ വരച്ചിട്ട് ഇത് ലിക്വിഡാണ്, തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു കർവ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. നേരത്തെ ഒരു ബൈനറി ഫേസ് ഡയഗ്രം പഠിച്ചു. ഇത് ലിക്വിഡ്, ഇത് ആൽഫ ആണെങ്കിൽ ഇത് ലിക്വിഡ് പ്ലസ് ആൽഫ എന്ന് എഴുതി, ലിക്വിഡ് പ്ലസ് ആൽഫ എന്ന് എഴുതിയിരുന്നു. സിമിലർലി ഇവിടെ ലിക്വിഡാണ്, ഇത് ലിക്വിഡാണ്, ഇത് ആൽഫയാണ്. സോ ഈ റീജിയൻ എന്ന് പറയുന്നത് ലിക്വിഡ് പ്ലസ് ആൽഫയാണ്. നമുക്കിവിടെ നോക്കാം, ഇത് ലിക്വിഡാണ്, ഇത് കംപ്ലീറ്റ്ലി ലിക്വിഡാണ്, ഇത് ബീറ്റയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ റീജിയൻ എന്ന് പറയുന്നത് ലിക്വിഡ് പ്ലസ് ബീറ്റയാണ്. ഇതിന് താഴേക്ക് വരുവാണെങ്കിൽ, ഈ ലൈനിൻ്റെ യൂടെക്റ്റിക് പോയിന്റിന് താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ ആൽഫയാണ്, ഇവിടെ ബീറ്റയാണ്. സോ ഈ റീജിയൻ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ റീജിയനാണ്, ഒരു കമ്പോണൻറ്റ് റീജിയനാണ് നമുക്കവിടെ കിട്ടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കോപ്പർ സിൽവർ ഫേസ് ഡയഗ്രത്തിന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സോലിബിലിറ്റി ലിമിറ്റ്സ് നമുക്ക് നോക്കാം. സോ ആൽഫ, ഇവിടെ കോപ്പർ സോൾവെൻ്റ് ആണ്, സിൽവർ സൊല്യൂട്ടാണ്. ബീറ്റ ഫേസിൽ കോപ്പറാണ് സൊല്യൂട്ട്, Ag അതായത് സിൽവർ സോൾവെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ആൽഫ ഫേസിൽ നോക്കുവാണെങ്കിൽ ഏതിനാണ് കമ്പോണൻറ്റ് കൂടുതൽ? കോപ്പറാണ് കമ്പോണൻറ്റ്. ഇവിടം വരെ നോക്കുവാണെങ്കിൽ കോപ്പറിനാണ് കമ്പോണൻറ്റ് കൂടുതൽ, വെയിറ്റ് പെർസെൻറ്റേജ്. കാര്യം അവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വന്നത്. സിൽവറിൻ്റെ കമ്പോണൻറ്റ് കുറവാണ്. സോ അതുകൊണ്ട് ആൽഫ ഫേസിൽ കോപ്പർ സോൾവെൻ്റായി, സിൽവർ സൊല്യൂട്ടായി. അതുപോലെ ബീറ്റ ഫേസിൽ ഞാൻ ബി എന്ന് എഴുതി എന്നുള്ളത് ബീറ്റ ഫേസാണ്. കോപ്പർ സൊല്യൂട്ടാണ് ആൻഡ് സിൽവർ സോൾവെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 7.9% മാക്സിമം സോലിബിലിറ്റി ഓഫ് Ag സിൽവർ ഇൻ കോപ്പർ. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പർട്ടിക്കുലർ കോമ്പസിഷൻ ഇവിടെ നമ്മൾ താഴേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 7.9 എന്നാണ് നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ വാല്യൂ. സോ അതുകൊണ്ട് തന്നെ അത് മാക്സിമം അത്രയും സോലിബിലിറ്റി ഉള്ളൂ, 7.9%. അത് മാക്സിമം സോലിബിലിറ്റി ഓഫ്
സിൽവറിന് 7.9% വരെ നമുക്ക് കോപ്പറിനകത്ത് സൊല്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ സൈഡിൽ അടുത്ത സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഈ കോമ്പസിഷൻ നോക്കിയാൽ 91.2% സിൽവർ ഉണ്ട് അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ തിരിച്ചു പറയാം, അതായത് 8.8% കോപ്പർ, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കിയാൽ 91.2ന് -100 ചെയ്താൽ 8.8% കോപ്പർ. അത് മാക്സിമം സോളിഡിറ്റി ഓഫ് കോപ്പർ ഇൻ സിൽവർ എന്ന് പറയുന്നത് 8.8% ആണ്. സോ നമുക്കിതിൻ്റെ റിയാക്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ലിക്വിഡ് കൺവേർട്സ് ടു ആൽഫ ആൻഡ് ബീറ്റ. നമുക്കിങ്ങനെ എഴുതാം, ലിക്വിഡ് കൺവേർട്സ്. അത് റൈറ്റിലേക്ക് പ്ലോട്ട് ചെയ്യുന്നത് കൂളിംഗ് ആണ്. അത് ലിക്വിഡ് കൂൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടും. ഇത് തിരിച്ചു പോവാണ്. ഈ ആൽഫ ബീറ്റയെ നമ്മൾ തിരിച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ലിക്വിഡും കിട്ടും. അതാണ് ഈ പ്രോസസ്സ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇൻവേരിയൻറ്റ് റിയാക്ഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇൻവേരിയൻറ്റ് റിയാക്ഷൻസ്. നമുക്ക് 5 ഇൻവേരിയൻറ്റ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ഈ ഓരോ ഇൻവേരിയൻറ്റ് റിയാക്ഷൻസും അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നും അതിൻ്റെ 1-2 എക്സാമ്പിൾസും കമ്പൽസറി ആയിട്ട് പഠിക്കണം. ഇനി നമുക്ക് ബേസിക്കലി എന്താണ് ഇൻവേരിയൻറ്റ് റിയാക്ഷൻസ് എന്ന് നോക്കാം. ഇൻവേരിയൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുമ്പം നമുക്കത് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഗിബ്സ് ഫേസ് റൂൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ സെക്കൻഡ് മോഡ്യൂളിലെ ഗിബ്സ് ഫേസ് റൂൾ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. സോ ഗിബ്സ് ഫേസ് റൂൾ എന്ന് പറയുന്നത് F is equal to degrees of freedom is equal to C minus P plus 1. അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കമ്പോണൻസ്, സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കമ്പോണൻസ് ആണ്, മൈനസ് നമ്പർ ഓഫ് ഫേസസ് പ്ലസ് 1. ഇപ്പം നമുക്ക് നേരത്തെ നമ്മൾ കോപ്പർ സിൽവർ ഫേസ് ഡയഗ്രാം എടുത്തു. സോ അവിടെ നമുക്ക് 2 കമ്പോണൻസ് ആണ്, കോപ്പർ ആൻഡ് സിൽവർ. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ഫേസസ് ഉണ്ടായിരുന്നു? സിംഗിൾ ഫേസസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? കോപ്പർ സിൽവർ ഫേസ് ഡയഗ്രത്തിനകത്ത് നമ്മൾ എടുത്തപ്പം കോപ്പർ ഫേസ് ഉണ്ടായിരുന്നു, അതായത് ആൽഫ ഫേസ് ഉണ്ടായിരുന്നു, ബീറ്റ ഫേസ് ഉണ്ടായിരുന്നു, ഒരു ലിക്വിഡ് ഫേസ് ഉണ്ടായിരുന്നു. സിംഗിൾ ഫേസ് ഏതൊക്കെയാണ്? ആൽഫ പ്ലസ് ലിക്വിഡ്, ബീറ്റ പ്ലസ് ലിക്വിഡ്, അത് എടുക്കത്തില്ല, ഒരു കോമ്പിനേഷനാണ്. നമുക്ക് വേണ്ട സിംഗിൾ ഫേസ് എത്ര എണ്ണം ഉണ്ട്? ഒരു ലിക്വിഡ് ഫേസ് ഉണ്ടായിരുന്നു, ഒരു ആൽഫ ഫേസ് ഉണ്ടായിരുന്നു, ബീറ്റ ഫേസ് ഉണ്ടായിരുന്നു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഫേസസ് നമുക്ക് 3 ആയിരുന്നു. സോ നമ്മൾ ഗിബ്സ് ഫേസ് റൂളിനകത്ത് നമ്മൾ ഈ നമ്പർ ഓഫ് കമ്പോണൻസും നമ്പർ ഓഫ് ഫേസസും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 വരുന്ന റിയാക്ഷൻസ്, അതിനെയാണ് ഇൻവേരിയൻറ്റ് റിയാക്ഷൻസ് നമുക്ക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, മുമ്പത്തെ കേസിൽ നമ്പർ ഓഫ് കമ്പോണൻസ് 2 ആയിരുന്നു, നമ്പർ ഓഫ് ഫേസസ് 3 ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര വരും? F is equal to C, നമ്പർ ഓഫ് കമ്പോണൻസ് 2 minus 3 plus 1, അത് 0 ആണ്. സോ അത് നമുക്കൊരു ഇൻവേരിയൻറ്റ് റിയാക്ഷൻ എന്ന് പറയും. സോ ഫസ്റ്റ് ഇൻവേരിയൻറ്റ് റിയാക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് ഏതായിരുന്നു? യൂടെക്റ്റിക് റിയാക്ഷൻ. എന്തായിരുന്നു യൂടെക്റ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ലിക്വിഡ് ഗീവ്സ് സോളിഡ് 1 പ്ലസ് സോളിഡ് 2. അതാണ് യൂടെക്റ്റിക് ഫസ്റ്റ് റിയാക്ഷൻ, യൂടെക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു 4 റിയാക്ഷൻസും കൂടെ പഠിക്കും. നെക്സ്റ്റ് റിയാക്ഷൻ ആണ് പെരിടെക്റ്റിക് റിയാക്ഷൻ. അത് ഒത്തിരി കട്ടിയുള്ള ടേംസ് വരുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. അത് പഠിക്കാനുള്ള സിമ്പിൾ വേ ഞാൻ പറഞ്ഞുതരാം. അത് ടുവേർഡ്സ് ദി ലാസ്റ്റ് നമ്മൾ 5 റിയാക്ഷൻസും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പെരിടെക്റ്റിക് റിയാക്ഷൻ ആണ്. സോ ഈ റിയാക്ഷൻസ് പഠിക്കുക, ഒരു എക്സാമ്പിൾ പഠിക്കുക, ഇതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അതായത് പെരിടെക്റ്റിക് റിയാക്ഷനകത്ത് സംഭവിക്കുന്നത് ഒരു ലിക്വിഡും ഒരു സോളിഡും കൂടെ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് അനദർ സോളിഡ് കിട്ടുന്നു. ദാറ്റ് ഈസ് ലിക്വിഡ് പ്ലസ് സോളിഡ് 1 ഗീവ്സ് സോളിഡ് 2. നമ്മൾ ഈ സോളിഡ് 2നെ തിരിച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് 2 ഓൺ ഹീറ്റിംഗ് ഗീവ്സ് സോളിഡ് 1 ആൻഡ് ലിക്വിഡ്. സോ അതിനാണ് നമ്മൾ പെരിടെക്റ്റിക് റിയാക്ഷൻ നമ്മൾ പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സിൽവർ പ്ലാറ്റിനം റിയാക്ഷൻ. അതായത് അയൺ നിക്കൽ, അയൺ കാർബൺ, ഇതൊക്കെ ഒരു പെരിടെക്റ്റിക് റിയാക്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. സോ ഈ റിയാക്ഷൻ പ്രത്യേകം ഓർത്തിരിക്കുക, ലിക്വിഡ് പ്ലസ് സോളിഡ് 1 ഗീവ്സ് സോളിഡ് 2 and on heating solid 2 gives solid 1 and liquid. നമുക്ക് അടുത്തൊരു റിയാക്ഷൻ നോക്കാം, യൂടെക്ടോയിഡ് റിയാക്ഷൻ. നമ്മൾ 2 റിയാക്ഷൻ പഠിച്ചു, യൂടെക്റ്റിക് റിയാക്ഷൻ, പെരിടെക്റ്റിക് റിയാക്ഷൻ. അടുത്ത യൂടെക്ടോയിഡ് റിയാക്ഷൻ. എന്താണ് യൂടെക്ടോയിഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? സോളിഡ് 1 ഓൺ കൂളിംഗ് ഗീവ്സ് സോളിഡ് 2 ആൻഡ് സോളിഡ് 3. നമുക്ക് ഇവിടെ റിയാക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്.
തിരിച്ചു നോക്കാം. സോളിഡ് 2 ആൻഡ് സോളിഡ് 3 അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോളിഡ് 1 കിട്ടും. അയൺ കാർബൺ ഡയഗ്രാം ഒരു എക്സാമ്പിൾ ആണ്. കോപ്പർ സിങ്ക് ഫേസ് ഡയഗ്രാം, അലൂമിനിയം കോപ്പർ ഫേസ് ഡയഗ്രാം ഒക്കെ യൂടെക്ടോയിഡ് റിയാക്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. അടുത്ത റിയാക്ഷൻ ആണ് പെരിടെക്ടോയിഡ് റിയാക്ഷൻ. പെരിടെക്ടോയിഡ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ് സിൽവർ അലൂമിനിയം അലോയ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ സംഭവിക്കുന്നത്? സോളിഡ് 1 പ്ലസ് സോളിഡ് 2 ഓൺ കൂളിംഗ് ഗീവ്സ് സോളിഡ് 3. ആ റിയാക്ഷൻ നേരെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് റിയാക്ഷൻ ആണെങ്കിൽ സോളിഡ് 3 ഓൺ ഹീറ്റിംഗ് ഗീവ്സ് സോളിഡ് 1 ആൻഡ് സോളിഡ് 2. ആ റിയാക്ഷൻ ആണ് പെരിടെക്ടോയിഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ റിയാക്ഷൻ നമ്മൾ ഇപ്പോൾ 4 റിയാക്ഷൻസ് പഠിച്ചു. ഏതൊക്കെയാണ്? യൂടെക്റ്റിക്, പെരിടെക്റ്റിക്, യൂടെക്ടോയിഡ്, പെരിടെക്ടോയിഡ്, ലാസ്റ്റ് വൺ മോണോടെക്റ്റിക് റിയാക്ഷൻ. സോ ഇതിനകത്ത് ലിക്വിഡ് 1 ഓൺ കൂളിംഗ് ഗീവ്സ് സോളിഡ് ആൻഡ് ലിക്വിഡ് 2. അതുപോലെ തന്നെ സോളിഡ് ആൻഡ് ലിക്വിഡ് 2വിനെ നമ്മൾ തിരിച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ റിവേഴ്സ് റിയാക്ഷൻ നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് 1ഉം കിട്ടും. അതാണ് മോണോടെക്റ്റിക് റിയാക്ഷൻ. ഇനിയും അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഈ 5 ഇക്വേഷൻസും നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാം എന്നുള്ളൊരു ഈസി മെത്തേഡാണ്. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻവേരിയൻ റിയാക്ഷൻസ് നമ്മളിപ്പോൾ പഠിച്ച 5 ഇൻവേരിയൻ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് എന്താണെങ്കിലും പഠിക്കണം. എന്താണ് യൂടെക്റ്റിക് റിയാക്ഷൻ എന്നുള്ളത് ഫസ്റ്റ് പഠിക്കുക. സോ യൂടെക്റ്റിക് റിയാക്ഷൻ ഇറ്റ് ഗീവ്സ് liquid 1, it is converted while cooling to solid 1 and solid 2. അതുപോലെ ഇത് തിരിച്ച് ഒരു ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ എന്താ? സോളിഡ് 1 പ്ലസ് സോളിഡ് 2 എന്ത് തരും? ലിക്വിഡ് തരും. അതിനാണ് നമ്മൾ യൂടെക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ എന്താണെന്ന് പഠിക്കണം. യൂടെക്റ്റിക് റിയാക്ഷൻ ആണ് ലിക്വിഡ് ഗീവ്സ് സോളിഡ് 1 പ്ലസ് സോളിഡ് 2. ഇതിനൊരു എക്സാമ്പിൾസ് നിങ്ങൾ കാണാൻ പഠിക്കണം. കോപ്പർ സിൽവർ ഫേസ് ഡയഗ്രാം ഒരു എക്സാമ്പിളാണ്. അതിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ലിക്വിഡ് ഗീവ്സ് സോളിഡ് 1 ആൻഡ് സോളിഡ് 2. ഇനി ഫസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? യൂടെക്റ്റിക്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കുക, നമ്മുടെ പേരിൻ്റെ കൂടെ ഫസ്റ്റ് യു വെച്ച് വരുന്ന പേരും 2 പെരി വെച്ച് വരുന്ന പേരുമാണ് വരുന്നത്. സോ ഫസ്റ്റ് യൂടെക്റ്റിക് ആണെങ്കിൽ രണ്ടാമത് വരുന്നത് പെരിടെക്റ്റിക് റിയാക്ഷൻ ആയിരിക്കും. ഫസ്റ്റ് യൂടെക്റ്റിക് ആണെങ്കിൽ രണ്ടാമത് പെരിടെക്റ്റിക് ആയിരിക്കും. അത് കഴിഞ്ഞ് വരുന്നത് യൂടെക്ടോയിഡ്. അതായത് യൂടെക്റ്റിക് കഴിഞ്ഞു, പെരിടെക്റ്റിക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന അടുത്ത് വരുന്ന ടോയിഡ് വരച്ചുള്ളതാണ് യൂടെക്ടോയിഡ്. അത് കഴിഞ്ഞ് യു കഴിഞ്ഞു, ഇനി പെരിടെക്ടോയിഡ്. ലാസ്റ്റ് വൺ മോണോടെക്റ്റിക്. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ 5 റിയാക്ഷൻ. സോ നമ്മളിപ്പോൾ ആദ്യം പഠിച്ചത് യൂടെക്റ്റിക് റിയാക്ഷനാണ്. യൂടെക്റ്റിക് റിയാക്ഷൻ എന്തായിരുന്നു? ലിക്വിഡ് ഗീവ്സ് സോളിഡ് 1 പ്ലസ് സോളിഡ് 2. ഇനി നമ്മൾ അടുത്ത പോകുന്നത് പെരിടെക്റ്റിക്. യൂടെക്റ്റിക് മാറി പെരിടെക്റ്റിക് ആയി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പെരിടെക്റ്റിക് ആകുമ്പം ഈ യൂടെക്റ്റിക് റിയാക്ഷൻ്റെ ഈ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ സോളിഡ് 1നെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോളിഡ് 1നെ നമ്മൾ ഈ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കുന്നുണ്ട്. സോ ഈ ഇവിടുത്തെ സോളിഡ് 1നെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെരിടെക്റ്റിക് റിയാക്ഷൻ കിട്ടും. ലിക്വിഡ് പ്ലസ് സോളിഡ് 1 ഗീവ്സ് സോളിഡ് 2. അതാണ് നമുക്ക് പെരിടെക്റ്റിക് റിയാക്ഷനായിട്ട് ലഭിക്കുന്നത്. ഇനി അടുത്ത റിയാക്ഷൻ നമുക്ക് പോകാം. അപ്പം പെരിടെക്റ്റിക്കിൻ്റെ എക്സാമ്പിൾ സിൽവർ പ്ലാറ്റിനം അയൺ കാർബൺ ഒക്കെ പെരിടെക്റ്റിക് റിയാക്ഷൻ എക്സാമ്പിൾസ് ആണ്. അടുത്ത് നമുക്ക് നോക്കാം. അത് അതിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. ലിക്വിഡ് പ്ലസ് സോളിഡ് 1 ഗീവ്സ് സോളിഡ് 2. അടുത്ത യൂടെക്ടോയിഡ് റിയാക്ഷൻ. അപ്പം നമ്മൾ ഫസ്റ്റ് റിയാക്ഷൻ അറിയാം, ലിക്വിഡ് ഗീവ്സ് സോളിഡ് 1 പ്ലസ് സോളിഡ് 2. സോ യൂടെക്ടോയിഡ് റിയാക്ഷൻ വരുമ്പം ഇവിടുത്തെ ഈ ഫസ്റ്റ് ലിക്വിഡ്, ഈ ലിക്വിഡ് നമുക്ക് ഇവിടുന്ന് മാറിയിട്ട് നമ്മളതിനെ സോളിഡായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? സോളിഡ് 1 ഗീവ്സ് സോളിഡ്, ഇവിടെ ഓൾറെഡി ഇപ്പുറത്ത് 1 വന്നുകൊണ്ട് ഇതിനെ നമ്മൾ സോളിഡ് 2 പ്ലസ് സോളിഡ് 3 എടുക്കുന്നു. അതാണ് നമുക്ക് എന്ത് വരുന്നത്? യൂടെക്ടോയിഡ് റിയാക്ഷൻ വരുന്നത്. സോളിഡ് 1 ഗീവ്സ് സോളിഡ് 2 പ്ലസ് സോളിഡ് 3. അടുത്ത പേര് യൂടെക്ടോയിഡ് കഴിഞ്ഞിട്ട് എന്തായിരിക്കും റിയാക്ഷൻ? യൂടെക്ടോയിഡ് കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ യു കഴിഞ്ഞിട്ട് പെരിടെക്ടോയിഡ്. അപ്പം യൂടെക്റ്റിക് കഴിഞ്ഞ് പെരിടെക്റ്റിക് വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ഒരു ഇക്വേഷൻ എടുത്ത് ഈ വാല്യൂസിനെടുത്ത് ഇങ്ങോട്ട് ഇട്ടു. സിമിലർലി യൂടെക്ടോയിഡിൻ്റെ ഈ ഒരു ടേമിനെ നമ്മളെടുത്ത് ഇപ്പത്തേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? സോളിഡ് 1 പ്ലസ് സോളിഡ് 2 ഗീവ്സ് സോളിഡ്
3. അതിന് എക്സാമ്പിൾ സിൽവർ, അലൂമിനിയം, കോപ്പർ ഒക്കെ എക്സാമ്പിളാണ്. സോ നമുക്ക് കിട്ടി സോളിഡ് 1 പ്ലസ് സോളിഡ് 2 ഓൺ കൂളിംഗ് ഗീവ്സ് സോളിഡ് 3 ആൻഡ് തിരിച്ച് ഹീറ്റ് ചെയ്യുമ്പം സോളിഡ് 3 ഗീവ്സ് സോളിഡ് 2 പ്ലസ് സോളിഡ് 1. ആൻഡ് ഫൈനലി നമുക്ക് എന്തുണ്ട്, മോണോടെക്റ്റിക് റിയാക്ഷനാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലിക്വിഡ് ആയിരുന്നു സോളിഡ് 1 പ്ലസ് ഈ അവസാനത്തെ സോളിഡ് 2നെ നമ്മൾ മാറ്റുന്നു. ഈ സോളിഡ് 2നെ മാറ്റിയിട്ട് അതിനെ ലിക്വിഡായിട്ട് മാറ്റുന്നു. മോണോടെക്റ്റിക്ക് മാത്രം ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. സോ ലിക്വിഡ് 1 ഗീവ്സ് സോളിഡ് പ്ലസ് ലിക്വിഡ് 2. തിരിച്ചു വരുമ്പം സോളിഡ് പ്ലസ് ലിക്വിഡ് 2 ഗീവ്സ് ലിക്വിഡ് 1. നമുക്കത് പെട്ടെന്ന് ഒന്നും കൂടെ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കണം. എന്താ കിട്ടുന്നത്, യൂടെക്റ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഗീവ്സ് ഓൺ കൂളിംഗ് ഗീവ്സ് സോളിഡ് 1 പ്ലസ് സോളിഡ് 2. ഇത് തിരിച്ച് ഹീറ്റ് ചെയ്യുമ്പം ഇവിടെ മുകളിലെ കൂളിങ്ങും താഴെ ഹീറ്റിങ്ങുമാണ്. റിവേഴ്സ് പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ കൊടുത്ത് കാണിക്കുന്നത്. അപ്പം ഫസ്റ്റ് യൂടെക്റ്റിക്കാണ്. ഈ ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിച്ചു. അടുത്ത വന്ന യു കഴിഞ്ഞിട്ട് പെരിടെക്റ്റിക്. അപ്പം ഈ സോളിഡ് 1നെ നമ്മൾ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ എന്ത് കിട്ടും, ലിക്വിഡ് പ്ലസ് സോളിഡ് 1 ഗീവ്സ് സോളിഡ് 2. അടുത്ത റിയാക്ഷൻ എന്നാൽ യൂടെക്റ്റോയിഡ്. അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിനെ നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യുന്നു, സോളിഡായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോളിഡ് 1 ഓൺ കൂളിംഗ് ഗീവ്സ് സോളിഡ് 2 പ്ലസ് സോളിഡ് 3. അടുത്ത യൂടെക്റ്റോയിഡ് കഴിഞ്ഞു. ഇനി പെരിടെക്റ്റോയിഡ് വരുമ്പം ഈ സോളിഡ് 2നെ നമ്മൾ ഈ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും, സോളിഡ് 1 പ്ലസ് സോളിഡ് 2 ഗീവ്സ് സോളിഡ് 3 ആൻഡ് ഓൾസോ റിവേഴ്സിബിൾ പ്രോസസ്. ആൻഡ് ലാസ്റ്റ് വൺ മോണോടെക്റ്റിക് റിയാക്ഷൻ. മോണോടെക്റ്റിക്കിനകത്ത് നമ്മൾ എന്താ, ഇവിടെ ഫസ്റ്റ് റിയാക്ഷനകത്ത് ഇത് ലിക്വിഡ് ആയിരുന്നു. നമ്മൾ ഈ ലാസ്റ്റ് സോളിഡിനെ മാറ്റി നമ്മൾ ലിക്വിഡ് ആക്കുന്നു. സോ ഇവിടെ ഓൾറെഡി ലിക്വിഡ് 1 ഉണ്ട്. സോ ഇത് ലിക്വിഡ് 2 ആകുന്നു. സോ എന്ത് കിട്ടും നമുക്ക്, ലിക്വിഡ് 1 ഗീവ്സ് സോളിഡ് പ്ലസ് ലിക്വിഡ് 2. സോ നമുക്ക് ഈ ഒരു 5 ഇൻവേരിയൻറ്റ് റിയാക്ഷൻസ് പഠിക്കണം. ഇത് കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. അതിന് എല്ലാത്തിനും ഓരോ എക്സാമ്പിൾസ് പഠിക്കുക, ഈ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ പഠിക്കുക.